പൂച്ചേട്ടന്റെ കത്ത്. വസീഞ്ഞോ പരിഹാസം പായസമാക്കാം. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശപ്പോരാട്ടം അന്ത്യത്തോടെ അടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്തുകളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കിൽ ഭിത്തിയിലടിച്ച് തെറിക്കുന്നതുപോലെ ഗോൾ മുഖത്തിന്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നുകൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ഗോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ ഇന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തന്റെ കൊച്ചു രാജ്യത്തിന്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ ഏവോറ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വസീഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിസന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച വസീഞ്ഞോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിന്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരായി മാറ്റിയ വസീഞ്ഞോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കി വിട്ട വസീഞ്ഞോയാണിത്. കാൽപന്തുകളിയുടെ വൈഭവം പാദങ്ങളിൽ തുടുതുടുത്തപ്പോഴും ഉപജീവനത്തിനായി ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനും കൂലിപ്പണിയുമെടുത്ത വസീഞ്ഞോയാണിത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6'3" അടി ഉയരം നേടി. അംഗോള, മോൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച 2026 ഫിഫ ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വസീഞ്ഞോയാണിത്. പ്രിയ കൂട്ടുകാരെ, വസീഞ്ഞോ എന്ന കാൽപന്തു കളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സിയുൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുള്ളിപ്പന്തുകളായിരുന്നു. അല്ലേ? കളിക്കളത്തിൽ അയാൾ സാഹൂദം ശ്വശതം ഗോൾ മുഖത്ത് മിഴിപൂട്ടാതെ തന്നെ നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിന്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും മുത്തശ്ശിയെയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസപ്പേരു കൊണ്ടയാൾ തന്റെ ജീവിതമധുരത്തിന്റെ പായസമുണ്ടാക്കി. തന്റെ തളർച്ചയും പരാജയപ്പെടുത്തുവാനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തന്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും
നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തു നിന്നും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചറിയിക്കാൻ നിങ്ങൾക്കു കഴിയും. ഗാലറികളിൽ ഇരുന്ന് കമന്റടിക്കുന്നവർ മെയിനമായി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്നോർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.